ഉണ്ടാക്കി. ഞാൻ തന്നെ എല്ലാം പറയണോ? അതാണ് എന്നാ തുടങ്ങട്ടെ. ചോദ്യവും ഉത്തരവും ഞാൻ തന്നെ. വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് തിരുവല്ല തെരഞ്ഞെടുക്കുവാനുള്ള കാരണം, തിരുവല്ല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റാന്നി തിരഞ്ഞെടുത്തിരുന്നു. അപ്പൊ എനിക്ക് പിന്താങ്ങാൻ ആളെ കിട്ടിയില്ല. തിരുവല്ലയിൽ എനിക്ക് പിന്താങ്ങാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ഈ പ്രാവശ്യം നോമിനേഷൻ കൊടുത്തത് അക്സെപ്റ്റ് ചെയ്യുകയും ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ മത്സരിക്കാൻ അവസരവും കിട്ടി. ഞാൻ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാണെങ്കിൽ എനിക്കത് നടക്കത്തില്ലെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ തിരുവല്ല സെലക്ട് ചെയ്യുന്നു. തിരുവല്ല നമ്മുടെ നാടുമാണ്. തിരുവല്ല ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കിവിടെ കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നെ അതുമല്ല, എന്തുകൊണ്ട് ഇങ്ങനെ മത്സരിക്കുന്നു, അല്ലെ എന്തിനിവിടെ വന്നു എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഈ ചാരിറ്റി തട്ടിപ്പുകൾ സ്ഥിരമായിട്ട് കണ്ട് ഒരു സമയം ഉണ്ടാകുന്നു. എല്ലായിടത്തും ചാരിറ്റി തട്ടിപ്പ്. അപ്പം ഞാൻ അതിനൊരു സൊല്യൂഷനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതായത് ഒരു വെബ്സൈറ്റ്, ഒരു ആപ്പ് വഴിയൊക്കെ. അപ്പോൾ എന്താണ്, ചാരിറ്റി തട്ടിപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും ഈ സിസ്റ്റം ഫോളോ ചെയ്താൽ. അതായത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ എന്തുകൊണ്ടെന്നാലും തട്ടിപ്പെന്ന് പറഞ്ഞ ഈ എന്താ പറയുക അഴിമതി, ഈ പറഞ്ഞ സാധനം പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് ഇത് മനസ്സിലായി. അല്ലെ ഞാനത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയാൽ ഈ അഴിമതി നിൽക്കും. ഈ അഴിമതി അനാസ്ഥയും കൊണ്ടാകുന്ന നഷ്ടം ചില്ലറയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായ അഴിമതികളുടെ കണക്ക് നോക്കിയാൽ പിടികിട്ടും. കോടികളുടെ അഴിമതിയാണ് നടന്നേക്കുന്നത്. പിന്നെ ഒരു പാലം പൊളിഞ്ഞു വീഴുന്നു, റോഡ് കുഴിയാകുന്നു, ഇതെല്ലാം അനാസ്ഥയും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ അഴിമതി എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഒരു കൊട്ടേഷൻ തൊട്ട് അവസാനത്തെ കോൺട്രാക്ടർ വരുന്ന അവിടെ പണിയെടുക്കുന്ന ഒരാൾ കട്ട വരെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നിർത്താൻ പറ്റും. അത് ട്രാൻസ്പെറൻ്റ് ആയാലേ പറ്റത്തുള്ളൂ. അതായത് പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായാൽ, ഏറ്റവും കൂടുതൽ ഓഡിറ്റിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ടൈം ടു ടൈം ആണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് ഇതാ കഴിഞ്ഞ 5 വർഷം മുമ്പ് 2 വർഷം മുമ്പ് ഒരു അഴിമതി നടന്നു, അങ്ങനെയല്ല. അപ്പോൾ പിടിക്കപ്പെടും. പിന്നെ അങ്ങനെ ഒരു സാധനം പിടിക്കപ്പെടുന്നല്ല പറയേണ്ടത്, ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്ന് കരുതുക. ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ ചൂണ്ടിക്കാണിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇത് കണ്ടു നിൽക്കുന്ന പബ്ലിക്കിന് മൊത്തത്തിലുണ്ട്. അതായത് പാർട്ടിസിപ്പേഷൻ എല്ലാവരുടെയും കൂടെയാണ്. മനസ്സിലായി? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്. നമ്മളുടെ ഒരു എന്താ പറയുക അധ്വാനത്തിൻ്റെയോ എന്തിൻ്റെയോ ആയിക്കോട്ടെ ഒരു ഷെയറാണ് ഈ ഡെവലപ്മെൻറ്റ്. അതിനകത്തുനിന്ന് എടുത്തു കളയേണ്ട ഒരേ ഒരു കാര്യം കറപ്ഷൻ മാത്രമാണ്. മനസ്സിലായി? ഈ സംഭവത്തിനകത്ത് ഈ അഴിമതി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്നുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അഴിമതിക്കകത്തുണ്ടായ നഷ്ടം നികത്തി കഴിഞ്ഞെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാവരെയും മോണിറ്റർ ചെയ്യുന്നു, ഫുൾ ടൈം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു സിസ്റ്റം ആയിരിക്കും. ഈ കേരളം അമേരിക്കയാണ്, അമേരിക്ക കാണുന്നു അമേരിക്ക പോലെ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്ക ഇനി കേരളത്തെ കാണും. മനസ്സിലായോ? ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് ഉണ്ടാകുന്നത്. അത് കേരളത്തിൽ സംഭവിക്കുന്നതിന് എന്താ കുഴപ്പം? ഇത് മുന്നേ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ ഇങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ല. ഇതെല്ലാം കൂടെ പേപ്പറെ കൊണ്ടുവന്ന് കാണിക്കാൻ പോയാൽ ഒരു ലോഡ് പേപ്പർ വേണ്ടി വരും. അത് ഡെയിലി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ അന്നുള്ളവർക്കില്ല. പക്ഷേ ഇന്ന് ഈ 5G എന്ന് പറയുന്നൊരു സാധനം വന്ന് നിൽക്കുന്ന സമയത്ത് സൊമാറ്റോ, സ്വിഗ്ഗി, യൂബർ ഇതെല്ലാം ടൈം ടു ടൈം നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്താൽ അത് വീട്ടിൽ വരുന്നത് കാണാം. എന്തുകൊണ്ടാണ് അത് ഗവൺമെൻറ്റിന് കാണിക്കാൻ പറ്റാത്തത്? നമുക്കൊരു റിക്വസ്റ്റ് ഇല്ല. നമ്മൾ എന്ത് സാധനം പറഞ്ഞാലും അത് ഇവിടെ ഇങ്ങോട്ടാണ് സർവീസ് ചെയ്യേണ്ടത്. മനസ്സിലായി? ഞാൻ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഒരിക്കലും ആരും ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഒരാളുടെ ഒരിടത്തും ഒരു അഭ്യർത്ഥനയില്ല. അല്ലെങ്കിൽ നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡെയിലി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റണം. ഒന്നിച്ചാണ് ഈ സാധനം നടത്തിക്കൊണ്ട് പോകേണ്ടത്. പിന്നെ ലീഡർ വേണോ എന്ന് ചോദിച്ചാൽ ശരിയാ, വേണമായിരിക്കും. വേണ്ട കാലഘട്ടം ഉണ്ടാകുന്നു. അന്ന് ചിലപ്പോൾ എല്ലാവർക്കും ഇത്രയും വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ ഇത്രയും ഒരു എന്താ പറയുക സെറ്റപ്പ് ഇല്ല, ഒരു പ്രിന്റ് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് ഇല്ല. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ഈസി ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ പല സ്ഥലത്തും നമ്മൾ പല ഓഫീസിലെത്തിയപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടപ്പോഴും അത് അഡ്രസ്സ് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇതൊരു തെറ്റാണ്, ഇത് തിരുത്തേണ്ടതാണ് എന്നിട്ട് എവിടെയെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഈ പറയുന്ന സെറ്റപ്പിൽ അത് അപ്പോൾ തിരുത്താൻ പറ്റും. മനസ്സിലായോ? അഡ്രസ്സ് ചെയ്താൽ തിരുത്തിയേ പറ്റത്തുള്ളൂ. അത് അവിടെ ഹൈലൈറ്റ് ആവും. അതാണ് ആ സിസ്റ്റം. അങ്ങനെ